റിസോർട്ടിൽ നടക്കാൻ പാടാത്ത കുറെ കാര്യങ്ങൾ രാത്രി നടന്നു. വളരെ പേടിപ്പിച്ച സംഭവമായിരുന്നു. കാര്യം പറയാൻ കുറെ ഉണ്ടാവുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ അനുസരിച്ച് നമുക്ക് പറയാം. അപ്പൊ പിന്നെ നമ്മുടെ ആട്ടുംകുട്ടിയും പോത്തുംകുട്ടിയും ഇതുവരെ എണീച്ചിട്ട് എല്ലാത്തിനും എണീപ്പിച്ച് വരുന്നത്രയാണ്. രാവിലെ തന്നെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ അവസ്ഥ നമുക്ക് നല്ലോണം മനസ്സിലാക്കാനും മണക്കാനും പറ്റും. അപ്പൊ നമ്മുടെ മിനി പൂനിനെ ഇറങ്ങി എല്ലാവർക്കും മണപ്പിക്കാൻ കൊടുത്തു കുറച്ച് സമയം. പിന്നെ വലിയ പണി വെച്ചാൽ രാവിലെ തന്നെ ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടി അടുപ്പത്തിക്കണമെങ്കിൽ വിറകില്ല. വിറകെടുക്കാൻ വേണ്ടി പോവാന്ന്. പിന്നെ കുറച്ച് വെള്ളവും വേണം. വെള്ളം എടുത്ത് പാത്രം കഴുകി വിറകും ശേഖരിച്ച നേരം മുകളിൽ പോയി. അങ്ങനെ തീനെ കുറച്ച് ചൂടാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടെങ്കിലും സംഭവം റെഡി ആക്കിയിട്ട് ചായ ആക്കിയിട്ട് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചാൾ പോയിട്ടുണ്ട്. അങ്ങനെ കൊടുത്താലും കുടിച്ച് വരാനെല്ലാം കുടിച്ച് നമ്മൾ ക്ലീൻ ചെക്കൗട്ട് ചെയ്യേണ്ട സാധനം കൈമ കിട്ടിയ പായി തലങ്ങാണി ബാഗ് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ നേരെ വീട് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ ചെയ്യുന്ന ചെറിയ കർത്തവ്യങ്ങൾ ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കയറിയിട്ടുണ്ട്. വേഗം മതി. 2 മിനിറ്റ് പ്ലീസ്. അങ്ങനെ അതെല്ലാം ഇനി കയറി മലയെല്ലാം കീഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇച്ചാര വേണ്ടി പെട്രോൾ അങ്ങനെ ഇച്ചാര വേണ്ടി അവിടെ വെച്ചിട്ട് അത്ര എടുത്തിട്ട് നേരെ പെട്രോൾ വാങ്ങുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പൊന്നുമില്ല. പീടി പോയി പെട്രോൾ. അങ്ങനെ ആടുന്ന് പെട്രോളും വാങ്ങിച്ച് അടിച്ച് കൊടുത്ത് നമ്മൾ നേരെ നാട്ടിലേക്ക് മടങ്ങി.